ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ലെറ്റ്സ് വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലേക്കാണ്. പാലക്കാട് ജില്ലയിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഈ കൽപ്പാത്തി ഗ്രാമം. ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ പൈതൃക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ എബോട്ട് അവിടെ എത്തി. കൽപ്പാത്തി ഗ്രാമത്തിലേക്ക് സ്വാഗതം എന്ന ബോർഡ് പിന്നിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി കൽപ്പാത്തി വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ കൽപ്പാത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് അഗ്രഹാരങ്ങളും കുറേ ക്ഷേത്രങ്ങളും ഒക്കെയാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ കൽപ്പാത്തിയുടെ പ്രത്യേകത. ധാരാളം അഗ്രഹാരങ്ങളും ക്ഷേത്രങ്ങളുമാണ് ഈ കൽപ്പാത്തി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഭാരത സംസ്കാരത്തിൻ്റെ തനതായൊരു രൂപം നമുക്ക് ഈ കൽപ്പാത്തി ഗ്രാമത്തിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ കൽപ്പാത്തിയിലെ ഇടറോഡിലൂടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മൊത്തത്തിലുള്ള ചിത്രം മാറുകയാണ് കേട്ടോ. ദാ ഈ കാണുന്നതൊക്കെ അഗ്രഹാരങ്ങളാണ്. ഇവയുടെ പ്രത്യേകത ബ്രാഹ്മണർ താമസിക്കുന്ന ചേർന്നുള്ള വീടുകളുടെ സമൂഹത്തെയാണ് അഗ്രഹാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രഹാരങ്ങൾ പൊതുവെ റോഡിന് ഇരുവശത്തും നിരനിരയായാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അതുതന്നെയാണ് നമ്മുടെ കൽപ്പാത്തിയുടെ പ്രത്യേകതയും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും, റോഡിന് ഇരുവശത്തായിട്ട് ധാരാളം അഗ്രഹാരങ്ങൾ നിരനിരയായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒത്ത നടുക്ക് ഒരു ക്ഷേത്രവും കാണപ്പെടുന്നു. ദൂരെ ഒരു ഗോപുരം കണ്ടോ, അതൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ അഗ്രഹാരം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വീടുകളുടെ പൂമാല എന്നാണ്. കാരണം വീടുകൾ ഇങ്ങനെ തൊട്ടാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കൽപ്പാത്തിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ചന്ദനത്തിരികളുടെ മണവും സുഗന്ധമൊക്കെ ആയിട്ട് പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. കൽപ്പാത്തിയിൽ വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം മോർണിംഗ് ആണ് കേട്ടോ. കാരണം അതൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് തരുന്നത്. കൽപ്പാത്തിയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് കൽപ്പാത്തി രഥോത്സവം. വളരെയധികം ഫേമസ് ആണ്. അപ്പോൾ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് വിശ്വനാഥ സ്വാമി ക്ഷേത്രം. ഇന്ന് ഈ കൽപ്പാത്തി പുതിയ കൽപ്പാത്തി എന്നും പഴയ കൽപ്പാത്തി എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം പുതിയ കൽപ്പാത്തി എന്നും പിൻഭാഗം പഴയ കൽപ്പാത്തി എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തിലൂടെ കൽപ്പാത്തിപ്പുഴ ഒഴുകുന്നുണ്ട്. ഈ കാണുന്നതാണ് കൽപ്പാത്തിയിലെ രഥോത്സവത്തിന് അലങ്കരിച്ച് ഗ്രാമവീതിയിലൂടെ വലിച്ചു കൊണ്ടുവരുന്ന രഥങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ സാധാരണയായി നവംബർ മാസത്തിലാണ് ഈ രഥോത്സവം നടക്കുന്നത്. നവംബർ 8 മുതൽ 16 വരെയാണ് കേട്ടോ യൂഷ്വലായിട്ട് രഥോത്സവം നടക്കുന്ന ആ ഒരു ടൈം. അപ്പോൾ 4 ക്ഷേത്രത്തിൽ നിന്ന് ഒരേ സമയം 6 രഥങ്ങൾ ഈ ഗ്രാമവീതിയിലൂടെ ആയിരക്കണക്കിന് ഭക്തർ ചേർന്ന് ഒരുമിച്ച് വലിച്ചു കൊണ്ടുവരുന്നത്. ശിവനെ വഹിക്കുന്നതാണ് കേട്ടോ പ്രധാന രഥം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് 4 ഡേയ്സ് ദേവപാരായണമായിരിക്കും ക്ഷേത്രത്തിൽ. ഇതിന് ഏകദേശം ഒരു 700 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. അതിനുശേഷം ലാസ്റ്റ് 3 ഡേയ്സിലാണ് കേട്ടോ ഈ രഥോത്സവം നടക്കുന്നത്. ആ സമയത്താണ് അലങ്കരിച്ച രഥങ്ങൾ ഗ്രാമവീതിയിലൂടെ ഭക്തർ വലിച്ചു കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ച കാണാനായിട്ട് നമുക്ക് സാധിക്കുക. അതിനുശേഷം നമ്മൾ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ക്ഷേത്രം കുറച്ച് താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പടവുകൾ ഇറങ്ങി വേണം കേട്ടോ ക്ഷേത്രത്തിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് പുരാതന രീതിയിലുള്ള ചില കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എത്തിയ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ക്ഷേത്രം അടച്ച ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. ദക്ഷിണ കാശി എന്നാണ് അറിയപ്പെടുന്നത്. AD 1425 കേട്ടോ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കാശിയിലെ പ്രസിദ്ധമായ വിശ്വനാഥ സ്വാമി ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങി വന്ന ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ദക്ഷിണ കാശി എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കാശിയിൽ പാതി കൽപ്പാത്തി എന്നൊരു ചൊല്ലുമുണ്ട് ഇവിടെ. കാശി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അതേ സങ്കല്പത്തോടു കൂടിയ ശിവഭഗവാനും പാർവതി ദേവിയുമാണ് ഇവിടെ പ്രതിഷ്ഠ. ഇതാണ് കേട്ടോ കൽപ്പാത്തിപ്പുഴ. ക്ഷേത്രത്തിന് സമീപത്തിലൂടെയാണ് കൽപ്പാത്തിപ്പുഴ ഒഴുകുന്നത്. ഈ കൽപ്പാത്തിപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ ഒരു കൈവഴിയാണ് കേട്ടോ. ഈ പുഴയ്ക്ക് ഇരുവശത്തും കല്ലുകളാണ്, പാറ കൊണ്ടുള്ള കല്ലുകൾ. അപ്പോൾ ഈ കല്ലുകൾക്കിടയിലൂടെ, അതായത് ഒരു പാത്തി പൂവിലൂടെ ഒഴുകുന്നതുകൊണ്ടാണ് കൽപ്പാത്തി എന്ന് പേര് വന്നതാണ് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഈ കൽപ്പാത്തിപ്പുഴയിൽ ഇന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ധാരാളം ആൾക്കാർ കുളിക്കാനൊക്കെ ആയിട്ട് ഈ കൽപ്പാത്തിപ്പുഴ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഈ കൽപ്പാത്തിപ്പുഴയുടെ തീരങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കൽപ്പാത്തിപ്പുഴയുടെ കാഴ്ചകളിൽ നിന്ന് വീണ്ടും കൽപ്പാത്തി അഗ്രഹാരങ്ങളിലേക്ക് പോകാം.
ഒരു മഴ പെയ്തിരിക്കുന്ന ഒരു സമയത്തായിരുന്നു കേട്ടോ വീണ്ടും നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ദാ കാണുന്ന കണ്ടോ, അതാണ് പൊന്നുമാമി അച്ചാർ. അതായത് പാലക്കാടിലെ ഫേമസ് മാമിയാണ് കേട്ടോ ഇത്. അച്ചാർ മാമി എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. നാരങ്ങ, കണ്ണിമാങ്ങ, വെളുത്തുള്ളി, ആവയ്ക്ക, മാങ്ങ, ഇതാണ് മാമിയുടെ സ്പെഷ്യൽ അച്ചാറുകൾ. അപ്പോൾ ഒരുപാട് പേര് ഇവിടുന്ന് അച്ചാർ വാങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് മാമിയുടെ വീടും. നമുക്ക് ഈ അഗ്രഹാരങ്ങൾ കാഴ്ചയിൽ ചെറുതായിട്ട് തോന്നും എങ്കിലും ഓരോ വീടിനും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് പിന്നിട്ട് വീണ്ടും നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു വീണ്ടും അഗ്രഹാര വീതികൾക്ക് അവിടെ വീണ്ടും ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ മഴയത്തും ഈ ഒരു കൽപ്പാത്തിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. തമിഴ് ബ്രാഹ്മണരാണ് ഇവിടെ കൂടുതലും. കേരളത്തിൽ ആദ്യമായി തമിഴ് ബ്രാഹ്മൺസ് കുടിയേറി പാർത്ത ഒരു ഇടവുമാണ് ഈ കൽപ്പാത്തി. ഈ കൽപ്പാത്തി വീതിയിലൂടെ നടക്കുമ്പോൾ ആ കൽപ്പാത്തി സ്വീറ്റ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് അവിടുത്തെ ലഡ്ഡുവൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. കൽപ്പാത്തിൽ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളതും ടേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ആയിട്ട്. കൽപ്പാത്തി ഗ്രാമത്തെപ്പറ്റി പറയുമ്പോൾ കഥകളും ചരിത്രങ്ങളും ഒഴുകുന്ന സമാധാനമായ ഒരിടമാണ്. സാംസ്കാരിക മികവിൻ്റെയും പൈതൃകത്തിൻ്റെയും പ്രതീകമായ കൽപ്പാത്തിയെ നമ്മുടെ കേരളത്തിൻ്റെ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ചു. ആദ്യത്തെ പൈതൃക ഗ്രാമമാണ് കേട്ടോ നമ്മുടെ ഈ കൽപ്പാത്തി. അപ്പോൾ പ്രത്യേകത പോലെ തന്നെ ഇവിടെ വളവിൽ തിരിയുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇത് പിന്നിട്ട് കഴിയുമ്പോൾ വേറൊരു ക്ഷേത്രം. അതുതന്നെയാണല്ലോ നമ്മുടെ കൽപ്പാത്തിയുടെ പ്രത്യേകതയും. അപ്പോൾ ഈ ക്ഷേത്രങ്ങളാണെങ്കിലും ഓരോ ക്ഷേത്രം വളരെ വ്യത്യസ്ത നിർമ്മിതിയാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രം ഈ ഒരു മാതൃകയിലാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്ഷേത്രം വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും കൽപ്പാത്തി ഓരോ ഇടവും വളരെ വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കൽപ്പാത്തിയുടെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റ നോട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത് അതിൻ്റെ തനതായ വാസ്തുവിദ്യാ ശൈലി കൊണ്ട് തന്നെയാണ്. ഇത് വേറൊരു ക്ഷേത്രമാണ് കേട്ടോ കൽപ്പാത്തിയിലെ. അപ്പോൾ ഈ കാണുന്ന അഗ്രഹാരങ്ങളും കോലം വരക്കലും രാവിലെയുള്ള ദേവനാരായണങ്ങളും പാരായണങ്ങളും കീർത്തനങ്ങളും ഇതൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ഓരോ കൽപ്പാത്തി ഗ്രാമവും രാവിലെ ഉണരുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ അഗ്രഹാരങ്ങൾ പഴയൊരു രീതിയിൽ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ചില അഗ്രഹാരങ്ങളൊക്കെ മോഡേണായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഭൂരിഭാഗം അഗ്രഹാരങ്ങളും ആ ഒരു പഴയ ഒരു തനതായ വാസ്തുവിദ്യാ ശൈലിയിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കാവുന്നതാണ്. ഈ ഗ്രാമവീതിയിലൂടെ ഈ യാത്രയിൽ എനിക്ക് ഒട്ടനവധി മലയാള സിനിമകൾ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അതിലൊന്നാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ പുതിയ മുഖം, പിന്നെ ദേവരാഗം, ദിലീപിൻ്റെ റോമിയോ, പിന്നെ നമ്മുടെ കമ്മതത്തിലെ ലാലേട്ടൻ്റെ ഒരു സോങ്ങിലെ അതിൽ ഈ കൽപ്പാത്തി, അന്നത്തെ ഈ പഴയ കൽപ്പാത്തി വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ആ പാട്ടിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലക്ഷ്യം വെച്ച് പോയത് ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിലാണ്. കൽപ്പാത്തി വന്നിട്ട് ഇവിടുത്തെ എന്തെങ്കിലും വെറൈറ്റി കഴിക്കണ്ടേ. അപ്പോൾ ഇവിടുത്തെ ഫിൽറ്റർ കോഫി അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഫിൽറ്റർ കോഫിയും വടയും കഴിച്ചു. വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, അതായത് കൽപ്പാത്തിയിൽ പുതുതായി വരുന്ന ആൾക്കാർക്ക് വഴിതെറ്റാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം നമുക്ക് കാഴ്ചയിൽ ഈ അഗ്രഹാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ഒരുപോലെ തോന്നിക്കും. നമ്മൾ വീണ്ടും വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അതിന് സമീപത്തായി രഥോത്സവത്തിന് അലങ്കരിക്കുന്ന ഞാൻ കാണിച്ചു തന്ന ആ രഥങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ രഥോത്സവ സമയത്ത് ഭക്തരുടെ ഒപ്പം ആനയും ഈ രഥങ്ങൾ വലിച്ചു നീട്ടാനായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ കാണേണ്ടത് തന്നെയാണ്. ആ സമയത്തുള്ള പാരായണങ്ങളും ആ ഒരു സമയത്ത് ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മുടെ ഈ കൽപ്പാത്തിയിൽ. അപ്പോൾ എല്ലാവരും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നവംബർ മാസത്തിൽ കൽപ്പാത്തി രഥോത്സവം വന്ന് കാണേണ്ടതാണ്. കാരണം അതൊക്കെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ വളരെ തനതായ ഒരു മുഖമുദ്രയാണ് ഈ കൽപ്പാത്തി ഗ്രാമം. സിനിമകളിലൊക്കെ ഈ അഗ്രഹാര പശ്ചാത്തലങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ എവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ വരാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കഴിഞ്ഞ കൽപ്പാത്തി ഉത്സവത്തിന് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചയും നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ് ഈ കൽപ്പാത്തിൽ. അത് ഞാൻ എടുത്തെടുത്ത് പറയാമെന്ന് വെച്ചാൽ അത് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ലക്ഷ്മി. ടാറ്റാ ബൈ ബൈ.